എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. അമേരിക്ക ഇന്ത്യ ഈ വ്യാപാര താരിഫ് പ്രശ്നം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ. അതായത് നമ്മുടെ ഇന്ത്യയുടെ കച്ചവട സാധ്യതകളെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം ട്രംപ് വിചാരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ ചെന്ന് ട്രംപിൻ്റെ കാൽക്കൽ വീഴും, ഇന്ത്യ മാപ്പ് പറയും, ഇന്ത്യ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കും എന്നൊക്കെയാണ് ട്രംപ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതുപോലൊന്നും സംഭവിച്ചില്ല. മോഡി ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഈ നിർബന്ധത്തിന് വഴങ്ങാതെ മോഡിയുടേതായ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതായത് ട്രംപിന് കീഴടങ്ങാൻ ഇന്ത്യ ഒരിക്കലും സന്നദ്ധമല്ല എന്ന് 100% പ്രഖ്യാപിച്ചുകൊണ്ടാണ് മോഡി മുന്നോട്ട് പോയത്. മോഡി ഇപ്പം ജപ്പാൻ, ചൈന, മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയാണ്. ഈ ട്രംപിൻ്റെ ഈ തീരുവ യുദ്ധത്തിനെ നേരിടാനായിട്ട് മറ്റ് വഴികൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മോഡി മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെയാണ്. അപ്പോൾ ഈ വിഷയമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കാർട്ടൂണിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനെ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ രാമായണത്തിലൊരു കഥയുണ്ട്. ഹനുമാൻ സീതയെ കണ്ടുപിടിക്കാനായിട്ട് ലങ്കയിൽ പോകുമ്പോൾ ഈ രാവണൻ്റെ ആൾക്കാർ കിങ്കരന്മാർ ഹനുമാനെ പിടിച്ചു കെട്ടി. ഹനുമാൻ അത് അനുവദിക്കുന്നതെന്നാണ് പറയുന്നത്. പിടിച്ചു കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹനുമാനെ രാവണൻ്റെ സദസ്സിൽ കൊണ്ട് ഹാജരാക്കി. പക്ഷേ ശ്രീരാമൻ്റെ ഒരു ദൂതനായ ഹനുമാന് വേണ്ടത്ര പരിഗണന ഒന്നും കൊടുത്തില്ല. രാവണൻ്റെ സദസ്സിൽ ഇരിക്കാൻ കസേര പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാവണൻ വലിയ സിംഹാസനത്തിൽ ഭയങ്കര അധികാര ഗർവിൻ്റെ ആ ഒരു തണലിൽ ഇങ്ങനെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇരിക്കാനൊരു കസേര പോലും കൊടുക്കാതെ നമ്മുടെ ഹനുമാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഹനുമാൻ ഈ ശ്രീരാമൻ്റെ ആ ഔന്നത്യം സംരക്ഷിക്കണമല്ലോ. ഹനുമാൻ തൻ്റെ വാല് ചുറ്റി രാവണനേക്കാളും പൊക്കത്തിലൊരു സീറ്റുണ്ടാക്കി ആ സീറ്റിൻ്റെ പുറത്താണ് ഹനുമാൻ ഇരുന്നതെന്ന് ഒരു കഥയുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണിന് വിഷയീഭവിക്കുന്നത്. അതായത് മോഡിയുടെ പ്രൗഢിയിൽ ഇങ്ങനെ വലിയ പദവിയിൽ ഇരിക്കുകയാണ്. മോഡിയുടെ താഴെ മോഡിയല്ല ട്രംപ് ഭയങ്കര പദവിയിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. തൻ്റെ കീഴിൽ മതി എല്ലാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹനുമാനെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മോദിയാണ്. മോദിയെ വെറും ഏഴാംകടയായിട്ട് തള്ളിയിട്ടിട്ട് അങ്ങ് വിരാജിക്കുകയാണ്. പക്ഷേ മോഡി അവിടെ തളരുന്നില്ല. മോഡി ഇന്ത്യയുടെ മുഴുവൻ ഔന്നത്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിൽ, അതായത് രാവണനേക്കാളും ഒരു പടി മുന്നിൽ ഹനുമാൻ ഇരുന്ന ആ ഒരു അവസ്ഥയിലാണ് മോഡി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് ട്രംപിനേക്കാളിലും മുന്തിയ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ മോഡി നിൽക്കുന്നത്. ഈ നമ്മുടെ നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം വളരെ ഉന്നതമാണ്. അതേപ്പറ്റിയാണ് ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒരുപാട് നാളായി ഈ സബ്സ്ക്രൈബിൻ്റെ കാര്യവും ഷെയറിൻ്റെ കാര്യവും ലൈക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ പറയാറില്ല. എല്ലാവരും മനസ്സറിഞ്ഞ് തരുന്ന ഷെയറും സബ്സ്ക്രൈബറും കമൻറ്റും ഒക്കെ മതി എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ചാനലിന് തീരെ വളർച്ചയില്ല. ചാനൽ സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ നല്ല സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വരയിലോട്ട് കിടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. മറ്റേ സ്വയമേ ആർജിച്ചെടുത്ത നമ്മുടെ ഔന്നത്യത്തിൻ്റെ പുറത്ത് മോഡി മറ്റേ ട്രംപിനെ വെല്ലുവിളിച്ച് ട്രംപിനേക്കാളും ഉയരത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഫൈനലായി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ കുറച്ച് വർക്ക് കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. ഈ ആഴ്ചത്തെ ക്ലാസ്സിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.